Good morning, my dears. Today our next topic, computation of machine hour rate. മെഷീൻ അവർ റേറ്റ് വെച്ചുകൊണ്ടുള്ള അവർ ഹെഡ് അബ്സോർപ്ഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മെഷീൻ അവർ റേറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ റണ്ണിങ് എ മെഷീൻ ഫോർ 1 hour. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് മെഷീൻ അവർ റേറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ റണ്ണിങ് എ മെഷീൻ ഫോർ 1 hour. 1 മണിക്കൂർ സമയം മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ മെഷീൻ അവർ റേറ്റ് ഈസ് ദ most important one, that is machine hour rate is the cost incurred for running a machine for 1 hour. It is widely used method of absorbing the factory overhead. Machine hour rate is calculated by dividing the total running expenses of the machine for a particular period by the number of machine hours worked during the period. Then മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ റണ്ണിങ് എ മെഷീൻ ഫോർ 1 hour. മെഷീൻ അവർ റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആക്ച്വൽ ഓർ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ഓർ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ which is calculated by dividing the cost to be apportioned or absorbed by the number of hours for which machine or machines are operated or expected to be operated. ദെൻ ഇത്തരത്തിൽ ഒരു മെഷീൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയത്തേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഉണ്ടാകാവുന്ന എക്സ്പെൻസ് എത്ര എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനെയാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ മണിക്കൂറുകൾ ആ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, എന്നാൽ 1 മണിക്കൂർ ആ മെഷീൻ പ്രവർത്തിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. സോ ദ കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ റണ്ണിങ് എ മെഷീൻ ഫോർ 1 hour, ദാറ്റ് ഈസ് കോൾഡ് ആസ് മെഷീൻ അവർ റേറ്റ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് മെഷീൻ അവർ റേറ്റ്? അപ്പോൾ എന്താണ് മെഷീൻ അവർ റേറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ദ കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ റണ്ണിങ് എ മെഷീൻ ഫോർ എ അവർ ഫോർ 1 hour. 1 hourന് വേണ്ടി മെഷീൻ പ്രവർത്തിക്കാൻ ഉണ്ടാക്കാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. മെഷീൻ അവർ റേറ്റ് ഈസ് ഡിഫൈൻ ചെയ്തു ആൻ ആക്ച്വൽ ഓർ പ്രീഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് കോസ്റ്റ് അപ്പോർഷൻ ഓർ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ which is calculated by dividing the cost to be apportioned or absorbed by the number of hours of which machine or machines are operated or expected to be operated. That is the definition. The next one is, what are the advantages of machine hour rate? മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? First one is, it is a scientific and accurate method of absorption. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ആൻഡ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ. ഓവർ ഹെഡ് അബ്സോർപ്ഷനിലെ ഏറ്റവും സയൻറ്റിഫിക് മെത്തേഡാണ് ഇത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ റിലേറ്റീവ് എഫിഷ്യൻസീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് മെഷീൻസ്. അതായത് ഓരോ മെഷീൻസിൻ്റെയും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഏതിനാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ റിലേറ്റീവ് എഫിഷ്യൻസീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് മെഷീൻസ്. എ ബി സി എന്ന് പറയുന്ന 3 മെഷീൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഷീൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ അവർ റേറ്റ് വെച്ച് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ റിലേറ്റീവ് എഫിഷ്യൻസീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് മെഷീൻസ്. Then third one is, it helps to compare machine work with manual work. സാധാരണ രീതിയിൽ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന കോസ്റ്റും മെഷീനിൽ ഉണ്ടായിരിക്കുന്ന കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് മെഷീൻ അവർ റേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ മെഷീൻ വർക്ക് വിത്ത് മാനുവൽ വർക്ക്. ദെൻ ഇറ്റ് ഈസ് ദ ഐഡിയൽ മെത്തേഡ് ഫോർ മെഷീൻ ഇൻറ്റൻസീവ് ഫാക്ടറീസ്. അതായത് ഇറ്റ് ഈസ് ദ ഐഡിയൽ മെത്തേഡ് ഫോർ മെഷീൻ ഇൻറ്റൻസീവ് ഫാക്ടറീസ്. മെഷീനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള മെഷീൻ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫാക്ടറികൾക്കൊക്കെ വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഐഡിയൽ മെത്തേഡ് ഫോർ മെഷീൻ ഇൻറ്റൻസീവ് ഫാക്ടറീസ്. ദെൻ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ടൈം ഫാക്ടർ. It takes into account the time factor. It helps to know the idle time of machine. It helps to know the idle time of machines. Then 7th one is, it helps to estimate the cost of production of particular job. It helps to estimate the cost of production of particular product or job.
ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെഷീൻ അവർ റേറ്റ് ഉപയോഗിക്കുന്നത്? മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ്, ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്, മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. അതേപോലെ തന്നെ ഒരുപാട് മെഷീനറീസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഷീനറി ഏതാണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഏതിനായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ റിലേറ്റീവ് എഫിഷ്യൻസീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് മെഷീൻസ്. Then it helps to compare machine work and manual work. Manual work ഉം മെഷീൻ വർക്കും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇറ്റ് ഈസ് ഐഡിയൽ മെത്തേഡ് മെഷീൻ ഇൻറ്റൻസീവ് ഫാക്ടറീസ്. മെഷീൻ ഇൻറ്റൻസീവ് ഫാക്ടറീസിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ഐഡിയൽ മെത്തേഡാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ടൈം ഫാക്ടർ. ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു നോ ദ ഐഡിയൽ ടൈം ഓഫ് മെഷീൻസ്. ഇറ്റ് ഹെൽപ്സ് ടു നോ ദ ഐഡിയൽ ടൈം ഓഫ് മെഷീൻസ്. ഓരോ മെഷീൻസിൻ്റെയും ഐഡിയൽ ടൈം മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണക്കാക്കാനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ കോസ്റ്റ് കണക്കാക്കാനൊക്കെ മെഷീൻ അവർ റേറ്റ് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു മണിക്കൂർ സമയത്തേക്ക് മെഷീൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എത്രമാത്രം എക്സ്പെൻസ് വരുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെഷീൻ അവർ റേറ്റ്? മെഷീൻ അവർ റേറ്റിൽ ഉണ്ടാക്കാവുന്ന ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വെർ മാനുവൽ വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് മാനുവൽ വർക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും മെഷീൻ വർക്കിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഷീൻ അവർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വെർ മാനുവൽ വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇറ്റ് ഈസ് കോസ്റ്റ്ലി മെത്തേഡ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ഓഫ് മെഷീൻ അവേഴ്സ്. ഞാനിവിടെ പറയുന്നത് ഇറ്റ് ഈസ് കോസ്റ്റ്ലി മെത്തേഡ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ഓഫ് മെഷീൻ അവേഴ്സ്. അതൊരു കോസ്റ്റ്ലി മെത്തേഡാണ്. മെഷീൻ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി മെത്തേഡാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദ മെഷീൻ അവേഴ്സ് ഇൻ അഡ്വാൻസ്. അവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദ മെഷീൻ അവേഴ്സ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി മെഷീൻ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. Then types of machine, next one is next topic, what are the types of machine hour rate? ഏതൊക്കെ തരത്തിലുള്ള മെഷീൻ അവേഴ്സ് റേറ്റുകളുണ്ട്? ദറ്റ് ഈസ് സിമ്പിൾ മെഷീൻ അവർ റേറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോംപ്രിഹെൻസീവ് മെഷീൻ അവർ റേറ്റ്. Then simple machine hour rate, it is a mechanism hour rate calculated without taking into account the wages paid to machine operators. It includes all expenses for running the machine other than the direct wages paid to machine operators. അതായത് അതൊരു സിമ്പിൾ മെഷീൻ അവർ റേറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ വേജസ് പെയ്ഡ് ടു മെഷീൻ ഓപ്പറേറ്റേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ എക്സ്പെൻസസ് ഫോർ റണ്ണിങ് മെഷീൻ. ഒരു മെഷീൻ റൺ ചെയ്യാനായിട്ടുള്ള എല്ലാ എക്സ്പെൻസസും എടുക്കുകയും ദെൻ ദ ഡയറക്റ്റ് വേജസ് പെയ്ഡ് ടു മെഷീൻ ഓപ്പറേറ്റേഴ്സ്. മെഷീൻ ഓപ്പറേറ്റേഴ്സിന് കൊടുക്കുന്നത് ഡയറക്റ്റ് വേജസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് സിമ്പിൾ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. കോംപ്രഹെൻസീവ്ലി ഇറ്റ് ഈസ് എ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ വേജസ് പെയ്ഡ് ടു മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഓൾസോ. മറ്റേത് മെഷീൻ ഓപ്പറേറ്റേഴ്സിന് കൊടുക്കുന്നതിനെ ഡയറക്റ്റ് വേജസ് ആയിട്ട് കണക്കാക്കും. എന്നാൽ മെഷീൻ ഓപ്പറേറ്റേഴ്സിന് കൊടുക്കുന്ന വേജസ് പോലും ഏതിലാണ്? കോംപ്രഹെൻസീവ് മെത്തേഡാണെങ്കിൽ മെഷീൻ അവർ റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. It includes all expenses for running the machine and the direct wages paid to the machine operators. The next one is steps in the computation of machine hour rate. Steps in the computation of machine hour rate. നമ്മൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയസ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഐറ്റംസ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ആർ അപ്പോർഷൻ ടു വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാക്ടറി ഓവർ ഹെഡുകളെല്ലാം തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഫാക്ടറി ഓവർ ഹെഡ് ആർ അപ്പോർഷൻ ടു വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. Overhead of a production department is further apportioned to various machine cost centers. ഇത് അപ്പോൾ തന്നെ ഓവർഹെഡ് അബ്സോർപ്ഷൻ ആണ് വരുന്നത്. പിന്നീട് ഓവർഹെഡ് ഓഫ് എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓവർഹെഡുകളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് അതിലൊരു എക്സാമ്പിൾ വേരിയസ് മെഷീൻ കോസ്റ്റ് സെൻറ്റേഴ്സിനെ അപ്പോർഷൻ ചെയ്യുന്നു. മെഷീൻ കോസ്റ്റ് സെൻറ്റർ മേ ബി ഇൻക്ലൂഡ് ഐദർ സിംഗിൾ മെഷീൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ മെഷീൻസ്.
Overhead expenses charged to machine cost center are divided into two, standing charges and machine expenses. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുന്നത്, എല്ലാ ഫാക്ടറി ഓവർഹെഡുകളും അതാത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് മെഷീൻ കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നു. മെഷീൻ കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ സിംഗിൾ മെഷീൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് ഉണ്ടായിരിക്കാം. പിന്നെ പറയുന്നത് ഓവർഹെഡ് എക്സ്പെൻസസ് ചാർജ് ടു ദ മെഷീൻ കോസ്റ്റ് സെൻറ്റർ ആർ ഡിവൈഡ് ഇൻ ടു ടു, സ്റ്റാൻഡിങ് ചാർജസ് ആൻഡ് മെഷീൻ എക്സ്പെൻസസ്. പിന്നെ അത് സ്റ്റാൻഡിങ് ചാർജസോ അല്ലെങ്കിൽ മെഷീൻ എക്സ്പെൻസസോ ആവാം. Standing charges refers to fixed expenses such as rent and rate, insurance, lighting and heating, general expenses, supervisor's salary, etc. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്. മെഷീൻ കോസ്റ്റ് കണക്കാക്കുമ്പോൾ മെഷീൻ കോസ്റ്റ് സെൻറ്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസും ദെൻ മറ്റൊന്ന് മെഷീൻ എക്സ്പെൻസസും ആണ്. സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്, സ്റ്റാൻഡിങ് ചാർജസ് റെഫേഴ്സ് ടു ഫിക്സഡ് എക്സ്പെൻസസ് സച്ച് ആസ് rent and rate, insurance, lighting and heating, general expenses, supervisor's salary. ഏതൊക്കെയാണ് സ്റ്റാൻഡിങ് ചാർജസിൽ വരുന്നത്? സ്റ്റാൻഡിങ് ചാർജസ് റെഫേഴ്സ് ടു ഫിക്സഡ് എക്സ്പെൻസസ് സച്ച് ആസ് റെൻ്റ് ആൻഡ് റേറ്റ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസിനെയാണ് നമ്മളോട് എന്ത് പറയുന്നത്, സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഇൻഷുറൻസ്, ജനറൽ എക്സ്പെൻസസ്, സൂപ്പർവൈസേഴ്സ് സാലറി, എക്സെട്ര. Machine expenses refers to variable expenses such as depreciation, repairs, maintenance, power, steam and water. അപ്പോൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളെ രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസും മറ്റൊന്ന് മെഷീൻ എന്താ പറയുക ദെൻ മെഷീൻ എക്സ്പെൻസസും. സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. എന്നാൽ മെഷീൻ എക്സ്പെൻസസിനെയാണ് ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, പവർ, സ്റ്റീം ആൻഡ് വാട്ടർ. Then machine hours worked during the period is calculated for each machine cost center. Unproductive hours should be excluded while calculating the machine hours worked. പിന്നെ പറയുന്നത് മെഷീൻ അവേഴ്സ് വർക്ക് ഡ്യൂറിങ് ദ പീരീഡ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് മെഷീൻ കോസ്റ്റ് സെൻറ്റർ. ഓരോ മെഷീൻ കോസ്റ്റ് സെൻറ്ററും എടുത്തതിന് ശേഷം അൺപ്രൊഡക്റ്റീവ് അവേഴ്സ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. പ്രൊഡക്റ്റീവ് അവേഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അൺപ്രൊഡക്റ്റീവ് അവേഴ്സ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ മെഷീൻ അവേഴ്സ് വർക്ക്ഡ്. Standing charges per hour is calculated by dividing the total standing charges by the machine hours. അതായത് റെൻറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഫിക്സഡ് ചാർജസുകളൊക്കെ ഉണ്ട്. ആ ഫിക്സഡ് ചാർജസുകളെല്ലാം തന്നെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷീൻ അവേഴ്സ്, എത്ര മണിക്കൂറുകൾ മെഷീൻ അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് അവേഴ്സ് നമുക്ക് കിട്ടും. ആ സ്റ്റാൻഡിങ് അവേഴ്സ് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡിങ് അവേഴ്സ് കണ്ടുപിടിക്കുന്നത്. The next one is hourly rate is calculated for each of the machine expenses. അങ്ങനെ hourly rate കണക്കാക്കും. hourly rate is calculated for each of the machine expenses. Then hourly rate of standing charges and the hourly rate of machine expenses are added to get the machine hour rate. പിന്നെ പറയുന്നത് hourly rate of standing chargesോ hourly rate of machine എക്സ്പെൻസസോ ആർ ആഡഡ് ടു ഗെറ്റ് ദ മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് hourly റേറ്റും ഓഫ് സ്റ്റാൻഡിങ് ചാർജസും hourly റേറ്റ് ഓഫ് മെഷീൻ എക്സ്പെൻസസും തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക ടോട്ടൽ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുന്നത്. ദെൻ അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം പറയുന്നത് എന്താ, മെഷീൻ അവർ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഓവർ ഹെഡുകളെല്ലാം തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതാത് കോസ്റ്റ് സെൻറ്റർ ആയിട്ടുള്ള മെഷീൻ കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് അലോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. ആ മെഷീൻ കോസ്റ്റ് സെൻറ്റേഴ്സിൽ തന്നെ കണക്കാക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, അത് രണ്ടായിട്ട് തരംതിരിക്കും. സ്റ്റാൻഡിങ് ചാർജസും അതുപോലെ തന്നെ മെഷീൻ ചാർജസും. സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസസിനെയാണ്. മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് ചാർജസ് ആണ് വരിക, ഒന്ന് സ്റ്റാൻഡിങ് ചാർജസ്, ഒന്ന് മെഷീൻ അവേഴ്സ്. സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസസും, ദെൻ അവിടെ മെഷീൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സും, then next one is
പവർ, സ്റ്റീം, വാട്ടർ എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൽ വരിക, മെഷീൻ എക്സ്പെൻസസിൽ വരിക. ഇങ്ങനെ രണ്ടായിട്ട് സ്റ്റാൻഡിങ് ചാർജസ് ഉണ്ടായിരിക്കാം, മെഷീൻ എക്സ്പെൻസസ് ഉണ്ടായിരിക്കാം. സ്റ്റാൻഡിങ് ചാർജസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ മെഷീൻ അവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ദെൻ അവിടെ എന്ത് കിട്ടും, ഒരു മണിക്കൂറിന് ആവശ്യമായിട്ടുള്ള റേറ്റ്, പെർ അവറിന് വേണ്ടിയിട്ടുള്ള റേറ്റ് നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് കിട്ടും. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്, പിന്നെ സ്റ്റീം, വാട്ടർ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഇത്തരത്തിലുള്ള എല്ലാ എക്സ്പെൻസുകളും ഏതാണ്, മെഷീൻ എക്സ്പെൻസസുകളാണ്. ആ മെഷീൻ എക്സ്പെൻസസുകളെല്ലാം തന്നെ പെർ അവറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം സ്റ്റാൻഡിങ് ചാർജസ് പെർ അവറും മെഷീൻ ചാർജസ് പെർ അവറും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. അപ്പോൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. അതിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദറ്റ് ഈസ് കോസ്റ്റ് ഓഫ് മെഷീൻ, കോസ്റ്റ് ഓഫ് മെഷീൻ 21,000 rupees, 21,000. Then next one is scrap value. Scrap value 1,000. Scrap value 1,000. Repairs and maintenance. Repairs and maintenance per month. Repairs and maintenance per month 300. Standing charges per month. Standing charges per month 500. Then next one is effective working life. Effective working life 10,000 hours. 10,000 hours. Running time per month. Running time per month 200 hours. Power used 5 unit per hour. At the rate of 3 per unit. ഇത്രയാണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. കോസ്റ്റ് ഓഫ് മെഷീൻ 21,000. സ്ക്രാപ്പ് വാല്യൂ 1,000. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 300 per month. സ്റ്റാൻഡിംഗ് ചാർജസ് per month 500. Effective working life 10,000 hours. Then running time per month 200 hours. Then power used 5 units per hour at the rate of rupees 300 per unit. അതായത് മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മണിക്കൂർ സമയത്തേക്ക് മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് എത്രമാത്രം കോസ്റ്റ് ആവുന്നുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കിതിൽ നോക്കാം. സ്റ്റാൻഡിംഗ് ചാർജ് രണ്ട് തരത്തിലാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് കണക്കാക്കുമ്പോൾ എക്സ്പെൻസുകളെ തരംതിരിക്കുന്നത്. ആ എക്സ്പെൻസുകളെ ഒന്ന് സ്റ്റാൻഡിംഗ് ചാർജസും മറ്റൊന്ന് മെഷീൻ എക്സ്പെൻസസും ആണ്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. 500 ആണ് സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് തന്നിരിക്കുന്നത്. ദെൻ പിന്നെ പറയുന്നത് മെഷീൻ എക്സ്പെൻസസ് ആണ്. മെഷീൻ എക്സ്പെൻസസിലെ റിപ്പയേഴ്സ്, മെഷീൻ ഇവിടെ കോസ്റ്റ്, മെഷീൻ കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മെഷീൻ എക്സ്പെൻസ് ആണ്. ഇഫക്റ്റീവ് ദെൻ റണ്ണിങ് ടൈം, പവർ യൂസ്ഡ് അത് മെഷീൻ എക്സ്പെൻസസ് ആണ്. പിന്നെ ഡിപ്രീസിയേഷൻ, ഇത്രയാണ് ഇതിലുണ്ടാവുള്ളൂ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ളൂ.
അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം തന്നെ മന്തിലാണ് തന്നിരിക്കുന്നത്. നമുക്കതിനൊക്കെ ഒരു മാസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? 200 അവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡഡ് ബൈ 200 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ദെൻ പെർ അവർ കിട്ടും. അപ്പോൾ നമുക്ക് മെഷീൻ അവർ റേറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന 2 ചാർജസ് ആണ്. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസ്. ഇവിടെ 2 കോളം കൊടുത്തിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, നമുക്ക് ആവശ്യം എപ്പോഴും എന്താണ്? പെർ അവറിലുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആവശ്യം. പെർ അവർ, ഇവിടെ പെർ മന്ത്. ഇവിടെ തന്നിരിക്കുന്ന ഒരു മാസത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർ അവറിലാണ്. സ്റ്റാൻഡിങ് ചാർജസ് തന്നിട്ടുണ്ട്. 2 തരത്തിലുള്ള എക്സ്പെൻസ് ആണ്. ഒന്ന് സ്റ്റാൻഡിങ് ചാർജസും ഒന്ന് മെഷീൻ എക്സ്പെൻസസും ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 2 തരത്തിലുള്ള എക്സ്പെൻസസ് വരാം. അതിൽ ഒന്ന് സ്റ്റാൻഡിങ് എക്സ്പെൻസസും ഒന്ന് മെഷീൻ എക്സ്പെൻസസും ആണ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? മെഷീൻ എക്സ്പെൻസസ്. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസിൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത് തന്നിട്ടുണ്ട്. സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത്. സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത് തന്നിട്ടുണ്ട് ₹500. 500 രൂപയാണ് സ്റ്റാൻഡിങ് ചാർജസ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത് 500. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡിങ് ചാർജസ് മന്ത് നമുക്ക് പെർ അവർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ, സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ, അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ? 500 ഡിവൈഡഡ് ബൈ 200, ദാറ്റ് ഈസ് 500 ബൈ 200, 2.5. കണ്ടോ? അപ്പോൾ നമുക്ക് എപ്പോഴും മെഷീൻ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെഷീൻ അവർ എന്ന് പറയുമ്പോൾ തന്നെ പെർ അവറിൻ്റെ കോസ്റ്റാണ്. പെർ അവറിൻ്റെ കോസ്റ്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ മാസത്തെ ഡീറ്റെയിൽസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദെൻ 500 ഡിവൈഡഡ് ബൈ 200 എന്ന് പറയുമ്പോൾ 2.5 ആണ് പെർ അവർ റേറ്റ് കിട്ടുന്നത്. ഇനി മെഷീൻ എക്സ്പെൻസസ് ആണ്. മെഷീൻ എക്സ്പെൻസസിൽ കോസ്റ്റ് ഓഫ് മെഷീനും സ്ക്രാപ്പ് വാല്യൂം റണ്ണിങ് ടൈമും തന്നിട്ടുണ്ട്. ഇവിടെ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫും തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ അവിടെ എന്താ ഫോർമുല ഉപയോഗിക്കേണ്ടത്? ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു, നിങ്ങൾ എഴുതിക്കോളാം, കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ്, നിങ്ങൾക്കറിയാം, മൈനസ് സ്ക്രാപ്പ് വാല്യൂ. കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലൈഫ് അവേഴ്സിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ പ്രശ്നമില്ല. അപ്പോൾ ആദ്യം മെഷീൻ എക്സ്പെൻസസിൽ നമുക്ക് ഡിപ്രീസിയേഷൻ എഴുതാം. ആ ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ എന്താ ചെയ്യാനായിട്ട് പറഞ്ഞത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് മെഷീനറിയുടെ വാല്യൂ എത്രയാണ്? 21,000 മൈനസ് 1,000, 21,000 മൈനസ് 1,000 ഡിവൈഡഡ് ബൈ 21,000 മൈനസ് 1,000 ഡിവൈഡഡ് ബൈ വർക്കിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10,000. ഇതാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനില്ല. പക്ഷേ കോസ്റ്റ് ഓഫ് മെഷീനും സ്ക്രാപ്പ് വാല്യൂം അതേപോലെ തന്നെ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫും തന്നിട്ടുണ്ട്. ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫും തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് അവേഴ്സിലായതുകൊണ്ട് നമുക്കൊന്നുകൂടെ സുഖമായി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. 21,000 കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ 1,000 ഡിവൈഡഡ് ബൈ 10,000. 21,000 മൈനസ് 1,000, 20,000 ഡിവൈഡഡ് ബൈ 10,000. ആൻസർ ഈസ് 2. ദെൻ ഡിപ്രീസിയേഷൻ ഒരു മണിക്കൂറിൽ 2 രൂപ നിരക്കിലുള്ള ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്.
റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, അപ്പോൾ കോസ്റ്റ് ഓഫ് മെഷീൻ നമ്മൾ കൺസിഡർ ചെയ്തു, സ്ക്രാപ്പ് എടുത്തു കഴിഞ്ഞു. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ₹300 പെർ മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പയേഴ്സ് എന്ന് പറയുന്നത് ഒരു മെഷീൻ എക്സ്പെൻസ് ആണ്. റിപ്പയേഴ്സിൽ എന്തുണ്ട്? റിപ്പയേഴ്സ് 300 പെർ മന്ത്. ദെൻ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 300 ഡിവൈഡഡ് ബൈ 200. 300 ഡിവൈഡഡ് ബൈ 200, ദാറ്റ് ഈസ് 1.5. 1.5 ₹1.50. റിപ്പയേഴ്സ് കഴിഞ്ഞു. സ്റ്റാൻഡിങ് ചാർജസ് എടുത്തു. റണ്ണിങ് ടൈം 200 ആണെന്ന് പറഞ്ഞു. പവർ യൂസ്ഡ് 5 യൂണിറ്റ്സ് പെർ അവർ, 3 പെർ യൂണിറ്റ്. ദെൻ 3 പെർ യൂണിറ്റ്, അതായത് പവർ യൂസ്ഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് അവർ പവർ യൂസ് ചെയ്യുന്നത്? 5 യൂണിറ്റ് പെർ അവർ. ഒരു അവറിൽ 5 യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു അവറിൽ 5 യൂണിറ്റ് ആണെങ്കിൽ ദെൻ ഒരു യൂണിറ്റിന് ₹3 വെച്ചിട്ടാണ്. ദെൻ അവിടെ പവർ എക്സ്പെൻസസ്. ദെൻ അവിടെ നെക്സ്റ്റ് വൺ ഈസ് പവർ എക്സ്പെൻസസ്. ദെൻ 5 into 3. 5 into 3. Then 15. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 0. Machine hour rate is ₹21. Machine hour rate is ₹21. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്, അതായത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മന്ത്ലി ആണോ ഡെയിലി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഡാറ്റാസിനെ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ച് നമ്മൾ ഏത് മെഷീൻ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മെഷീൻ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 എക്സ്പെൻസുകളായിട്ട് നമ്മൾ തരംതിരിക്കണം. ആദ്യം സ്റ്റാൻഡിങ് ചാർജസും പിന്നെ മെഷീൻ എക്സ്പെൻസസും. സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് തന്നെയാണ് സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. ദെൻ മെഷീൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ റണ്ണിങ് എക്സ്പെൻസുകളൊക്കെ നമുക്ക് മെഷീൻ എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസിന് സ്റ്റാൻഡിങ് ചാർജസ് ഡയറക്റ്റായിട്ട് തന്നു. ദെൻ അവിടെ സ്റ്റാൻഡിങ് ചാർജസ് 500 പെർ മന്ത് ആണ്. ഒരു മാസം 200 മണിക്കൂറാണത് വർക്ക് ചെയ്യുക. അപ്പോൾ ദെൻ അവിടെ 500 ഡിവൈഡഡ് ബൈ 200 ഇട്ട് കഴിഞ്ഞാൽ പെർ അവർ 2.5 ആണ് മെഷീൻ അവർ റേറ്റ് വരുന്നത്. അതേസമയം മെഷീൻ എക്സ്പെൻസസിൽ ഡിപ്രീസിയേഷൻ 21,000 മൈനസ് 1,000 ഡിവൈഡഡ് ബൈ, ഇനി മെഷീൻ എക്സ്പെൻസസ് കണ്ടുപിടിക്കണം. മെഷീൻ എക്സ്പെൻസസിൽ എപ്പോഴും ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ഡിപ്രീസിയേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് മെഷീൻ, അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് മെഷീൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കോസ്റ്റ് ഓഫ് മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. കോസ്റ്റ് ഓഫ് മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ്, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ദെൻ ഡിപ്രീസിയേഷൻ കിട്ടി. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ 10,000 എന്ന് പറയുന്നത് അവേഴ്സിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടി? 2 പെർ അവർ എന്ന് പറയുന്ന കോസ്റ്റ് നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. പിന്നെ റിപ്പയേഴ്സ് എന്ന് പറയുന്നത് ദെൻ 300 ആണ് ഒരു മാസം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ 200 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. 300 ഡിവൈഡഡ് ബൈ 200 1.5. ദെൻ പവർ ഒരു മണിക്കൂറിന് ₹5 വെച്ച്, ഒരു മണിക്കൂറിന് 5 യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റിന് ₹3 വെച്ച് നമുക്ക് 5 into 3 15 റുപ്പീസാണ് വരുന്നത്. ടോട്ടൽ മെഷീൻ അവർ റേറ്റ്, ഒരു മണിക്കൂർ മെഷീൻ പ്രവർത്തിക്കാനായിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 21 റുപ്പീസാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. Calculate the machine hour rate for the following machines. Cost of machine 3,80,000, freight and installation 20,000, scrap value nil, work life 20 years, working hours per annum 8 hours, repair charges 50% of depreciation, lubricating oil 20 per day of 8 hours, consumable stores 10 per day of 8 hours, wages of operator 50 per day of 8 hours, power 10 units per hour,
at the rate of 2 per unit. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ഫോർ ദി ഫോളോയിങ്. കോസ്റ്റ് ഓഫ് മെഷീൻ 3,80,000 കണ്ടോ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്റ്റലേഷൻ 20,000. നെക്സ്റ്റ് വൺ ഈസ് സ്ക്രാപ്പ് വാല്യൂ ഇല്ല. ഇത്രയും ഡീറ്റെയിൽസൊക്കെ തരുന്നത് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസാണ്. വർക്കിംഗ് ലൈഫ് ദറ്റ് ഈസ് 20 years. വർക്കിംഗ് ലൈഫ് 20 years. ദ നെക്സ്റ്റ് വൺ ഈസ് വർക്കിംഗ് അവേഴ്സ് പെർ ആനം. 8,000 hours. Next one is repair charges. Repair charges 50% of depreciation. 50% of depreciation. Lubricating oil rupees 20 per day. Eight hours per day, 8 hours. Lubricating oil. Consumable stores 10 per day. 8 hours ഇനിയാണ് അതും. Then wages of operator 50 per day, 8 hours. Power 10 units per hour. Then 2 per unit. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്നതിൽ കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ആണ്. മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ പെർ ഡേയിലാണ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ പെർ ഡേ ആണ് ആദ്യം തന്നിരിക്കുന്നത്. ദെൻ അവിടെ പെർ അവർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പെർ അവറാണ്. അതാണ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കോസ്റ്റ് ഓഫ് മെഷീൻസ്, ഇൻസ്റ്റലേഷൻ, സ്ക്രാപ്പ് വാല്യൂ, വർക്കിംഗ് ലൈഫ് 20 years ആണ്. അതേസമയം വർക്കിംഗ് അവേഴ്സ് ഒരു വർഷം 8,000 ആണ്. അപ്പോൾ വർക്കിംഗ് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത് 8,000 × 20 ആണ്. അതായത് 20 വർഷമാണ് ആ മെഷീനൊരു ലൈഫ് ഉള്ളത്. ആ 20 വർഷത്തിൽ ഓരോ വർഷം 80 മണിക്കൂറാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 8,000 × 20 ആയിരിക്കും. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റിപ്പയർ ചാർജസ്, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സ്റ്റാൻഡിങ് ചാർജസ് എന്ന് നോക്കണം. സ്റ്റാൻഡിങ് ചാർജസ്. ദെൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ 20 per day, ഒരു ദിവസം 20 രൂപയാണ്. കൺസ്യൂമബിൾ വേജസ്, ഇതെല്ലാം ഓരോ ദിവസവും ഇത്രയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യണം, സ്റ്റാൻഡിങ് ചാർജസ് എഴുതണം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം സ്റ്റാൻഡിങ് ചാർജസും പിന്നെ മെഷീൻ ചാർജസും ആണ് എഴുതേണ്ടത്. സ്റ്റാൻഡിങ് ചാർജസിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, The next one is consumable stores, consumable stores. Then wages,
ഫോർ ഓപ്പറേറ്റർ, വേജസ് ഫോർ ഓപ്പറേറ്റർ. ഇവിടെ 20, 10, 50. 20, 10, 50. ഒരു ദിവസം ഇത്ര രൂപ അതിന് ചിലവാകുന്നുണ്ട്. ദെൻ 80 rupees പെർ ഡേ. 80 rupees പെർ ഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 8 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ദെൻ പെർ അവർ, അപ്പോൾ നമ്മൾ അവറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 80 ഡിവൈഡഡ് ബൈ 8, ദാറ്റ് ഈസ് 10 പെർ അവർ. അപ്പോൾ നമുക്ക് പെർ അവറിലുള്ളത് കിട്ടണം. പെർ അവർ കിട്ടണമെങ്കിൽ 80 റുപ്പീസാണ് ഒരു ദിവസം നമുക്ക് എക്സ്പെൻസ് വരുന്നത്. ദെൻ അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 rupees പെർ അവർ. 10 രൂപയാണ് അവിടെ സ്റ്റാൻഡിങ് ചാർജസ് വരുന്നത്. സ്റ്റാൻഡിങ് ചാർജസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റാൻഡിങ് ചാർജസ് ആണ്. പവർ എന്ന് പറയുന്നത് മെഷീൻ എക്സ്പെൻസ് ആണ്. അതേസമയം റിപ്പയർ ചാർജസ് എന്ന് പറയുന്നത് മെഷീൻ എക്സ്പെൻസ് ആയിരിക്കും. ഡിപ്രീസിയേഷൻ, 3 എക്സ്പെൻസുകളാണ് മെഷീൻ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെഷീൻ എക്സ്പെൻസസ്. മെഷീൻ എക്സ്പെൻസസിൽ ഫസ്റ്റ് വൺ ഈസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഓഫ് മെഷീൻ 3,80,000, കോസ്റ്റ് ഓഫ് മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ 20,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഇല്ല. ദെൻ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 20 × 8,000. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഒരു മെഷീനറിയുടെ വാല്യൂ 3,80,000 ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 2,000 ആയിട്ടുണ്ട്. മൊത്തം 4 ലക്ഷം രൂപ അതിൽ വന്നിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ നിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യാനില്ല. പിന്നെ 20 വർഷമാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത്. ഒരു വർഷം 8,000 അവേഴ്സാണത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക? മൊത്തം കോസ്റ്റിനെ വർക്കിംഗ് ലൈഫ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ 3,80,000 പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ 20 × 8,000. ആൻസർ ഈസ് 2.5 പെർ അവർ. 2.5 പെർ അവർ. ഡിപ്രീസിയേഷൻ ഒരു മണിക്കൂറിൽ 2.5 ആണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. ഇനി റിപ്പയേഴ്സിന് എന്താ പറഞ്ഞിരിക്കുന്നത്? റിപ്പയേഴ്സ് ചാർജസ് എന്ന് പറയുന്നത് 50% ഓഫ് ഡിപ്രീസിയേഷൻ. നെക്സ്റ്റ് എക്സ്പെൻസസ് റിപ്പയേഴ്സ്. റിപ്പയേഴ്സിലെ 50% ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ്റെ 50% ആണ്. ദെൻ 2.5ൻ്റെ 50% എന്ന് പറയുന്നത് 1.25. ദെൻ റിപ്പയേഴ്സിലെ 50% ഓഫ് ഡിപ്രീസിയേഷൻ 1.25. ദെൻ പവർ എന്ന് പറയുന്ന എക്സ്പെൻസസ് നമ്മളോട് പറയുന്നുണ്ട്. പവർ 10 യൂണിറ്റ്സ് പെർ അവർ. ഒരു മണിക്കൂറിൽ 10 യൂണിറ്റും ഒരു യൂണിറ്റിന് 2 രൂപയാണ്. അപ്പോൾ പവർ എന്ന് പറയുന്നതിൻ്റെ എക്സ്പെൻസസ് 10 × 2, ദാറ്റ് ഈസ് 20. അവിടെ എത്ര വരിക? 20 രൂപയാണ് എന്ത് വരുന്നത്? പവർ എക്സ്പെൻസസ് 20 രൂപ വരുന്നുണ്ട്. ദെൻ എക്സ്പെൻസസ് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 5 33.75. Machine hour rate is equal to 33.75. 33.75. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാനാണ്. ദെൻ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കാൽക്കുലേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ്. നമുക്ക് ഷുവറായിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കണം. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻഗേർഡ് ഫോർ റണ്ണിങ് എ മെഷീൻ ഫോർ 1 hour. ഒരു മണിക്കൂർ സമയത്തേക്ക് മെഷീൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, അത് ഇത്തിരി കൂടെ സയൻറ്റിഫിക് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുക. സയൻറ്റിഫിക് ആണ്, ഇഫക്റ്റീവാണ്, കമ്പാരിസൺ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ മെഷീനറീസിൻ്റെയും ഓപ്പറേഷണൽ എഫിഷ്യൻസി നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് മെഷീൻ അവർ റേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ലേബർ ഫോഴ്സ് ആണെങ്കിൽ മെഷീൻ അവർ റേറ്റ് ഫെയിലിയർ ആയിരിക്കും. അതേപോലെ തന്നെ മുൻകൂട്ടി മെഷീൻ അവർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്.
ഇനി ടൈപ്സ് ഓഫ് മെഷീൻ അവർ റേറ്റ് ഏതൊക്കെയാണ്? സിമ്പിൾ മെഷീൻ അവർ റേറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് മെഷീൻ അവർ റേറ്റ്. സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്സിൽ ആദ്യം പറഞ്ഞത് എക്സ്പെൻസുകളെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെന്നാണ്. സ്റ്റാൻഡിങ് എക്സ്പെൻസസും അതേസമയം തന്നെ മെഷീൻ എക്സ്പെൻസുമായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ എപ്പോഴും തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മുൻപത്തെ നോക്കുക. ഈ ക്വസ്റ്റ്യനിലെ കോസ്റ്റ് ഓഫ് മെഷീൻ, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മെഷീൻ കോസ്റ്റായി. സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലൈഫാണ് മെഷീൻ്റെ വർക്കിംഗ് ലൈഫ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അവറിലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും സംഭവിക്കുന്ന എക്സ്പെൻസുകളെയാണ് ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇവിടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, വേജസ് ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് ഫിക്സഡ് ആയിട്ട് ഡെയിലി 20 രൂപ വെച്ചിട്ട് അവർക്ക് ചിലവ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് ചാർജസ് ആണ്. അതിന് നമ്മൾ എന്ത് പറയുന്നു? സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാൻഡിങ് ചാർജസ് ഒരുമിച്ച് എഴുതി അതെല്ലാം കൂടെ ആഡ് ചെയ്ത് 80 രൂപയാണ് സ്റ്റാൻഡിങ് ചാർജസ് വരുന്നത്. അങ്ങനെ 80 ആണെങ്കിൽ ദെൻ അത് ഒരു ദിവസത്തേക്ക് 80 രൂപയാണെങ്കിൽ ഒരു മണിക്കൂറിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 80 ഡിവൈഡഡ് ബൈ 8 എന്നിട്ട് കഴിയുമ്പോൾ 8 മണിക്കൂറാണ് നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യുക. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഈസ് 10 rupees per hour. പിന്നെ മെഷീൻ എക്സ്പെൻസസുകളെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ അറിയാം. ഡിപ്രീസിയേഷനിൽ നിന്ന് റിപ്പയേഴ്സ് 50% ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പവറും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. മെഷീൻ അവർ റേറ്റ് 33.75 എന്നുള്ളതാണ് മെഷീൻ അവർ റേറ്റ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ പീരീഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.